ജോലി കൊടുക്കാൻ പറ്റൂല. ഒരാളെ ജോലി നശിപ്പിച്ചപ്പോൾ മേയറിന് എന്ത് കിട്ടിയെന്നുള്ളത് ഇപ്പം മേയറിന് മനസ്സിലായി കാണും. ഇപ്പൊ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഗായത്രി എന്ന ഒരു പ്രസ്താവന നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അന്ന് ഈ സംഭവം നടക്കുന്ന, താങ്കളുടെ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഈ നഗരസഭയിലുള്ള മറ്റ് സ്റ്റാഫുകളായാലും പാർട്ടിക്കാരായാലും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഗായത്രി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയായാലും ഇവര് കാണിച്ച തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മടിച്ചത് പാർട്ടിയെ പേടിച്ചിട്ടാണോ അതോ ഇനി അവരെ പേടിച്ചിട്ടാണോ, മേയറെ പേടിച്ചിട്ടാണോ? ഇപ്പം പാർട്ടിയും ഈ ഗായത്രി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോൾ കണ്ട് വാർത്തയിലൊക്കെ കണ്ടുള്ള അറിവേ ഉള്ളൂ. പാർട്ടിയെ പേടിച്ചിട്ടായിരിക്കും. എന്തെന്ന് വെച്ചാൽ മേയറെ പേടിക്കാനെന്ന് വെച്ചാൽ മേയർ ഒരു സ്ഥാനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ. പാർട്ടി നിലനിന്ന് നിൽക്കുന്ന ഒരു ഇതാണല്ലോ കേരളത്തിലെ ഉള്ളത്. ഈ പാർട്ടി എന്ന് പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി എന്നല്ലേ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞിട്ടോ, എൻ്റെ ജോലി പോകുന്ന എന്നെ തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് ഓർമ്മയുണ്ടോ? അന്ന് എന്നെ തൊഴിലാളി വർഗ പാർട്ടി ആയിട്ടുള്ള ആൾക്കാർ, അതിലൊരു ആൾക്കാർ, പാർട്ടി മൊത്തം പറയുന്നില്ല, അതിൽ മേയർ എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടിയുടെ കീഴിലുള്ള ആളാണല്ലോ. അതിനെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരും 2017 പീഡന കേസും ഇവ ഇങ്ങനെ പീഡനമാണെന്നും അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര കഴിവായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മോശം പ്രവർത്തികളാണ് ഇവർ കണ്ടെത്താൻ നോക്കിയത്. ഇവ മുമ്പേ ഇങ്ങനെയുള്ള ചേഷ്ട കാണിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളുള്ളതും 2017 ഇവിടെ പാർട്ടിക്കാരന്മാരുമായിട്ട് ചെറിയ ഉന്തും തള്ളും അടിയുമായി അവൻ്റെ സഹോദരി കൊണ്ടുവന്ന്, ഞാൻ അന്നും ചാനലുകളിൽ പറഞ്ഞു, അവൻ്റെ സഹോദരി കൊണ്ടുവന്ന് കേസ് ഒരു ഇതേപോലെയാണ്. അത് തെളിവുമില്ല, കാര്യങ്ങളുമില്ല. അത് ഔട്ട് ഓഫ് കോർട്ടിൽ ഇവർ പറയും പോലെ തന്നെ ഔട്ട് ഓഫ് കോർട്ടിൽ സംസാരിച്ച് ഇവർക്ക് കേസ് തിരിയുമെന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ ഈ പയ്യനെയാണോ കണ്ടതെന്നുള്ള എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ് അന്ന് തീർന്ന കേസാണ്. അതിലാണ് ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ ഒരിക്കലും വിട്ടുകളയില്ലെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ എനിക്കിങ്ങനെ അങ്ങനെയാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ അങ്ങനെ ഭയങ്കര കുഴപ്പമുള്ള മനുഷ്യനാണെങ്കിൽ 6 വർഷമായി വിവാഹമോചനം നേടിയിട്ട്. ഈ വിവാഹമോചനം നേടിയ ആ സമയം തൊട്ട് ഓരോ വർഷവും ഓരോ പെൺകുട്ടിയെ കിട്ടിയാലും 6 പെൺകുട്ടിയെ കിട്ടാം. ഇത് ഞാൻ എല്ലാ ചാനലിലും പറയുന്നതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങൾ കുറേ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ സ്ത്രീ വിഷയം എടുത്തിടുന്നു, അവർ സ്ത്രീ ലംബടന്മാരാക്കുന്നു. കേട്ടല്ലേ, സ്ത്രീ ലംബടന്മാർ. അതായത് ഇപ്പം ഓരോന്നും പറയാൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പാർട്ടിയിലും ഇതേപോലെ കുറച്ച് ആൾക്കാർ കാണും. അപ്പം നമ്മുടെ ഈ 2 കണ്ണും ഇല്ലാത്ത ഒരാൾ ഒരു കണ്ണുള്ളവനെ കളിയാക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഇവർ കാണിച്ചു വരുന്നത്. പിന്നെ എന്ത് പറയാൻ, ഇങ്ങനെയൊക്കെയാണ് ജനങ്ങൾ. ഇതേപോലെ ഇലക്ഷൻ വരുമ്പോൾ അവരെ പ്രതികരണം കാണിക്കും. ഇപ്പം എനിക്ക് പകരമായിട്ട് ജനങ്ങൾ എൻ്റെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ എന്നെ പോലെ തന്നെയാണ്. ജനങ്ങൾക്കും ഇതേപോലെ അനുഭവങ്ങൾ കിട്ടിയപ്പോൾ അവരും പ്രതികരിച്ചു. താങ്കൾക്ക് ഇപ്പം മേയർ ക്ഷമിക്കണം, ആര്യ രാജേന്ദ്രൻ, മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനിയെങ്കിലും മനുഷ്യനാവണം, അത്രമാത്രമേ പറയാനുള്ളൂ. മനുഷ്യനാവണം, മനുഷ്യൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം, ദുഃഖങ്ങളും ഒരു ഉപജീവന മാർഗത്തിന് ജോലിയെ കൊണ്ടുപോകുന്ന, അത് സ്ഥിരം പോലുമല്ല, എംപാനൽ ജോലിക്കാരനാണ്. 715 രൂപ ശമ്പളം ഒരു ഡ്യൂട്ടിക്ക്. അങ്ങനെയുള്ളവരെ മേളിൽ കുതിര കയറാൻ പോകരുത്. നമുക്കൊരു ജോലി കൊടുക്കാൻ പറ്റൂല. ഒരാളെ ജോലി നശിപ്പിച്ചപ്പോൾ മേയറിന് എന്ത് കിട്ടിയെന്നുള്ളത് ഇപ്പം മേയറിന് മനസ്സിലായി കാണും. ഇടയ്ക്ക് വെച്ച് താങ്കൾ 1 ലക്ഷം രൂപ സെറ്റിൽമെന്റിന് വേണ്ടി കോടതിയിൽ 1 ലക്ഷം രൂപ അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് കുറെ ചാനലുകളിലും ഒക്കെ വന്നതാണ്. കേട്ടായിരുന്നു. അത് വേറെ ഒന്നുമില്ല. 1 ലക്ഷം രൂപ അത് കറക്റ്റായിട്ട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, നിന്റെ ജീവിതവും നിന്റെ ജോലി ഇത്രയും കളഞ്ഞിട്ട് നീ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപ കോടതിയിൽ പറയുന്നു, അതിന്റെ പകുതി 10,000 രൂപ തന്നെ ബോണ്ട് വയ്ക്കണം. അതായത് നമ്മുടെ ഈ മറ്റേ ട്രഷറി കെട്ടി വെക്കണം. അപ്പൊ ഞാൻ 50 കോടി ചോദിക്കണമെങ്കിൽ അതിന്റെ പകുതി കൊടുക്കാൻ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ജോലിക്ക് ഇറങ്ങും. അത് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. അത് പോലീസുകാരും, അതായത് ഇപ്പൊ പോലീസിന്റെ കീഴിലുള്ള പോലീസിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലാണല്ലോ പോലീസിന്റെ ഇത് വരുന്നത്. അപ്പൊ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പോലീസുകാർക്കും വേണ്ടിയിട്ടാണ് 1 ലക്ഷം രൂപയുടെ ഇത്. അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ട് അതിനാണ് വെച്ചത്. അല്ലാതെ ഇവരെ
ഈ മേയറിന്റെ ഈ കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ അല്ല, അങ്ങനെ ഒരു ഒഴിവാക്കിയിട്ടുമില്ല. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അല്ല, അതാണ്. അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ 1,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കിടന്ന് പറയേണ്ട കാര്യം. നമുക്ക് നീതിയാണ് കിട്ടേണ്ടത്. 1,00,000 രൂപ പിന്നീടത്തെ കാര്യമാണ്. നമുക്ക് നീതി കിട്ടണം. നമ്മൾ പെണ്ണുപിടിയാനൊന്നും മോശക്കാരനാണ്. ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇനി ജീവിക്കാനുള്ള ആളാണ്. അപ്പോൾ എനിക്കിങ്ങനെ അപവാദം കേട്ടുകൊണ്ട് ജീവിക്കണതിൽ താല്പര്യമില്ല. ഞാൻ ഒരു സമൂഹത്തിന്റെ കീഴിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. മേയറിനായാലും ഇപ്പോൾ ആര്യയ്ക്കായാലും MLA-ക്കായാലും അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കാണില്ല. എന്ന് വെച്ചാൽ അവർ വലിയ ആൾക്കാർ, നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങളാണ്. നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ സാധാരണ ദുഃഖവും വിഷമവും ഒക്കെ അറിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതേപോലെയുള്ള അപവാദം കേൾക്കാൻ താല്പര്യവും ഇല്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. ചെയ്തെങ്കിൽ നമ്മൾ കേൾക്കുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ അത് കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേൾക്കേണ്ട കാര്യവും എനിക്കില്ല. അതുകൊണ്ടാണ് കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കോർപ്പറേഷൻ ഇലക്ഷനിൽ CPM-ന്റെ ഈ വൻ പരാജയം താങ്കൾ കണ്ടപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? ജനങ്ങൾ ഇപ്പം മണ്ടന്മാരല്ല എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരവും ഒക്കെ ഒഴിവായി കിട്ടിയല്ല. മനസ്സിലായില്ലേ? പാർട്ടി മാറുമോ? ആര്? ഞാനാ? താങ്കളല്ല. ഈ അവര് സ്വയം മനസ്സിലാക്കി തെറ്റ് തിരുത്തി മാറി വരുമോ? എനിക്ക് തോന്നുന്നില്ല, മാറി വരൂല. എന്തെന്ന് വെച്ചാൽ അവർ ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അവർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. മാതൃകാപരമായിട്ട് കോൺഗ്രസ് കണ്ടില്ലേ, ഒരു തെറ്റ് ചെയ്തെന്ന ആരോപണമാണ്. അതിപ്പോൾ ഓരോ ഓരോ കേസിലും ആരോപണങ്ങൾ വരുമ്പോൾ കോൺഗ്രസിൽ എന്താണ് ചെയ്യുന്നത്? ആ ഒരു പദവി, മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും മാതൃകാപരമായിട്ട് കോൺഗ്രസിൽ അങ്ങ് മാറിയിട്ട് അടുത്ത ആളുകൾ കയറി ഭരിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളെ നയിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ എല്ലാവരും ജനപിന്തുണ കിട്ടുന്നത്, ആ വില കിട്ടുന്നത്. എവര് ഈ പറയും പോലെ ഓരോന്നും കാണിച്ചിട്ട് അതിനെ ന്യായീകരിച്ച് തീവ്രത കൂടിയത് തീവ്രത കുറഞ്ഞത്, പിന്നെ ഇലക്ഷന് വേണ്ടിയിട്ട് ഇതെന്ത് പൈസ വാങ്ങി ഓരോന്ന് പൈസയും വാങ്ങിച്ച് ഞണ്ണിയിട്ട് വോട്ട്, അതാരോ പറയുന്നത് ചാനലിൽ കൂടെ കണ്ട്. അതൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ നമുക്കുള്ള മതിപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം കുറച്ച് കാലം കൊണ്ട് ഈ വിഷയം ആയതിനു ശേഷം ചാനൽ നിരീക്ഷിക്കാറുണ്ട്. ആരാണ് മേയർ, MLA ആരാണ് എന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അനുഭവമാണ്. ഇപ്പം മേയറാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നീടൊക്കെ അതിൻ്റെ പിറകെ വന്ന ആംഗ്യ ഭാഷയൊക്കെ അതിന് പിറകെ വന്നതാണ്. അല്ലാതെ നേരിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്ത് ഒരു തെറ്റെന്ന് വെച്ചാൽ മേയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അതാണ് പ്രശ്നം പറ്റിയത്. അല്ലാതെ ഈ ആണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പ്രതികരിക്കില്ലായിരുന്നു. ആണ് എന്ന് അറിഞ്ഞാലും ഈ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. നൈറ്റ് ഓട്ടമാണ്, അവരെ ഒഫീഷ്യൽ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. അത് മേയറായാലും ഇനിയിപ്പോ എന്ത് ഒരു വലിയ ആൾക്കാരായിരുന്നാലും ജനങ്ങളുടെ അടുത്ത് പെരുമാറേണ്ട ഒരു രീതി സംസാരം വേണ്ടേ? പാവപ്പെട്ടവനായാലും പണക്കാരനായാലും, നമ്മളിപ്പോ പറഞ്ഞില്ലേ, പാവപ്പെട്ടവനായാലും ഇവര് ഇപ്പം വലിയ മുതലാളി വർഗ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. മുതലാളിമാരെ കൂടെയാണ് വോട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പോവുള്ളൂ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പാവപ്പെട്ടവന് ഒരു നിയമവും പണക്കാരന് വേറൊരു നിയമം പോലെയാണ് ഇപ്പം സിസ്റ്റം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് കോടതി കേസ് കിടക്കുന്നത്. അത് തന്നെ ഇപ്പോൾ ഈ കേസിന് വിധി വരുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അതും ഇവർ തകിടം മറിക്കുമെന്നുള്ള അറിഞ്ഞൂടെ. ഇനി പാർട്ടി ഇവർക്ക് എവിടെയെങ്കിലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതായത് ഹസ്ബൻഡ് MLA ആണല്ലോ. ഹസ്ബൻഡിൻ്റെ ഒരു കെയർ ഓഫിൽ, അല്ലാതെ നമ്മുടെ റഹീം സാറിൻ്റെ MP റഹീം സാറിൻ്റെ പക്ഷേ മേയർക്കെതിരെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ വളരെ മോശമായ രീതിയിൽ ഇത് വരുന്നുണ്ട്. കാര്യം ഭരണം അവരൊരു പിടിപ്പേട് കൊണ്ടാണല്ലോ നഗരസഭ പോയത്. മോശമായിട്ടുള്ള അത് ചില കഴിവില്ലാത്ത ഒരാൾക്ക് പിന്നും സീറ്റ് കൊടുത്ത് ഓരോ പാർട്ടിയിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും കാണും. അതിൽ കുറച്ച് നല്ല ആൾക്കാർ പറയുമ്പോൾ അവരെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇവർ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഇപ്പൊ എത്രയൊക്കെ ആയിട്ടും മേയർ പകുതി വെച്ച് നിർത്തി പോകുന്നില്ലല്ലോ. പൂർണ്ണമായിട്ട് ഭരിച്ചിട്ട് തന്നെയാണ് അവരെ കർത്തവ്യവും കടമയും എല്ലാം നിർവഹിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. മേയറായിട്ട് പാർട്ടിക്കൊരു ചീത്തപ്പേരാവുമോ എന്ന് കരുതി പാർട്ടിയും അടച്ചിരുന്നു.
പക്ഷെ അടച്ചിരുന്നതിനെല്ലാം കൂടെ വാടച്ച് ജനങ്ങളിപ്പോ കൊടുത്തു. ഇരിക്കുന്നതോറും നമുക്ക് പ്രശ്നം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ അതെ. ഞാൻ പ്രതികരിച്ചപ്പോഴാണ് ബാക്കി ഒരാളും കൂടെ വന്ന ഒരു സെക്യൂരിറ്റി, ഓർമ്മയുണ്ടോ? അതെ, അതെ, അതെ. സെക്യൂരിറ്റിക്കാരനെ മറക്കാൻ പാടില്ല. ഞാൻ പ്രതികരിച്ചപ്പോഴാണ്. അതിന് മുമ്പ് അങ്ങേര് പ്രതികരിച്ചിട്ടില്ല. അതെ, അതെ. അപ്പൊ ഇത് ഒരുപാട് കേസായി. ഇതേപോലെ പാവങ്ങളുടെ മേക്കെട്ട് കയറുന്ന കുതിര അദ്ദേഹം കയറ്റം. ഇവര് കാരണം ജോലി നിർത്തി ഇപ്പൊ ചെറിയൊരു കുഞ്ഞ് പെട്ടിക്കട ആ പോലെ നടത്തുന്നു. അത് തന്നെ ആള്. അപ്പൊ ആൾക്ക് ഒരു മോളുണ്ട്, ഒരു കുടുംബമുണ്ട്. അത് ചിന്തിച്ചാ ഇതൊക്കെ ഭാവിയിൽ ഇപ്പൊ മേയറായിട്ട് ഇരുന്നോണ്ട് അറിയുന്നില്ല. ഭാവിയിൽ സാധാരണപ്പെട്ടവന്റെ ലെവലിലെത്തും, അധികം താമസിക്കൂല. സാധാരണപ്പെട്ടവന്റെ ലെവലിലെത്തുമ്പോൾ ചിന്തിക്കും ഞാൻ അന്ന് ചെയ്തതിന്റെ ഫലം. അത് പറഞ്ഞ ഒരു സയൻസിൽ പറയുന്ന കേട്ടിട്ടില്ലേ, എവരി ആക്ഷൻ ആസ് എ ഇക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, തിരിച്ച് കിട്ടും. സയൻസിലായാലും ദൈവത്തിലായാലും കിട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ അത് കിട്ടും. അത് മേയർക്ക് കിട്ടാനുള്ളത് കിട്ടും. അതിപ്പം ഞാനൊരു ബി ജെ പിക്കാരനാണെന്ന് പറഞ്ഞു, എന്താ വെച്ചാൽ ഞാൻ പൊട്ടിടണമുണ്ട് ബി ജെ പിക്കാരനും. ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് പൊട്ടിടണയിൽ ബി ജെ പിക്കാരനെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ പാർട്ടിയിലാണെന്നുള്ള കാര്യം ഇപ്പോഴും എൻ്റെ കാർഡ് കയ്യിലുണ്ട്. ഞാനൊന്ന് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും, അതെ, കാണിച്ചു അതെ. തന്നു. CAT യൂണിയൻ്റെ കാർഡ്. അത് എല്ലാവർക്കും എടുക്കാം. ഇവർ പറയും എല്ലാവർക്കും എടുക്കാമെന്ന് പറയും. ശരി, ആയിക്കോട്ടെ. ഞാൻ യൂണിവേഴ്സിറ്റിയിലും ധനുശ്വര IT-യിലുമാണ് പഠിച്ചത്. അവിടെ എല്ലാവർക്കും ഈ പാർട്ടിയിലൊക്കെ പ്രാതിനിധ്യം ഉള്ളവർക്ക് പെട്ടെന്ന് അവിടെ കിട്ടുള്ളൂ അഡ്മിഷൻ. അപ്പോൾ അവിടെ കിട്ടണമെങ്കിൽ അപ്പോൾ ഏത് പാർട്ടിയിലാണെന്നുള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഈ പാർട്ടിയെ വിശ്വസിക്കുകയില്ല. എൻ്റെ ജോലി നശിപ്പിച്ച പാർട്ടിയാണ്, എൻ്റെ ജീവിതമേ നശിപ്പിച്ചതാണ്. ഒരു വോട്ട് പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഞാൻ കൊടുക്കില്ല. അത് ഉറപ്പിച്ച് ഈ ഇലക്ഷനോട് കൂടിയിട്ട് ഉറപ്പിച്ച കേസാണ്. പക്ഷേ എൻ്റെ ജീവിതം തകർത്ത്, എൻ്റെ ജീവിതവും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതവും എല്ലാം തുലച്ച ഒരു മേയർ എന്ന ആളെ അത് ഒരിക്കലും മറക്കാനും പറ്റില്ല. ഇങ്ങനെ ഒരു മേയറിനെ ഒരിക്കലും ജനങ്ങളും മറക്കൂല. എന്തെന്ന് വെച്ചാൽ എന്നെ പോലെ എത്രയോ പേർക്ക് ഇതേപോലെ സംഭവിച്ചു കാണും. ഞാൻ പ്രതികരിച്ചു, അതുകൊണ്ട് നാട്ടുകാരറിഞ്ഞു, ആളുകൾ അറിഞ്ഞു. അതാണ് കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കും തോറും ജനങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്.